ഇപ്പോഴിതാ ഡൊണാൾഡ് ട്രംപിന്റെ അധിനിവേശ ഭീഷണികൾക്കിടയിൽ 6 രാജ്യങ്ങളുടെ സൈന്യം ഗ്രീൻലാൻഡിലേക്ക് എത്തിത്തുടങ്ങി എന്ന സുപ്രധാനമായിട്ടുള്ള വളരെ പ്രാധാന്യം അർഹിക്കുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും നാറ്റോ രാജ്യങ്ങൾ സജീവമായി എന്നുള്ള റിപ്പോർട്ടും ഇപ്പോൾ ലഭിക്കുന്നു. ലോകത്തിന്റെ ഏറ്റവും വലിയ ദ്വീപാണ് ഗ്രീൻലാൻഡ് എന്ന് പറയുന്നത്. അത് ഏറ്റെടുക്കാനുള്ള ഡൊണാൾഡ് ട്രംപിന്റെ അഭിലാഷം ആഗോളതന്ത്രത്തിൽ പുതിയ വഴിത്തിരിവായി. റഷ്യയുടെയും ചൈനയുടെയും വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തെക്കുറിച്ചുള്ള ട്രംപിന്റെ ഭീഷണിക്കും ഭയത്തിനുമിടയിൽ ഡെൻമാർക്കിന്റെ അഭ്യർത്ഥനയെ തുടർന്ന് 6 നാറ്റോ രാജ്യങ്ങൾ ഗ്രീൻലാൻഡിൽ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കാനായി ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. റിപ്പോർട്ടുകൾ പ്രകാരം ഇതുവരെ 6 പ്രധാന രാജ്യങ്ങൾ ഡെൻമാർക്കിന് കീഴിലുള്ള സ്വയംഭരണ പ്രദേശമായ ഗ്രീൻലാൻഡിനെ സംരക്ഷിക്കുന്നതിനായി അവരുടെ സൈനികരെയും മറ്റ് ട്രൂപ്പുകളെയും വിന്യസിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സൺ വിന്യാസം സ്ഥിരീകരിച്ചു. നോർവേ 2 സൈനിക സംഘങ്ങളെ അയച്ചു. സമുദ്ര നിരീക്ഷണത്തിനും രഹസ്യാന്വേഷണ ദൗത്യങ്ങൾക്കുമായി ജർമ്മനി സൈനികരുടെ ഒരു സംഘത്തെ അയച്ചു. സഖ്യകക്ഷി രാജ്യങ്ങളുടെ സംയുക്ത അഭ്യാസത്തിൽ ചേരാൻ ഫ്രാൻസ് ഒരു സൈനിക സംഘത്തെ അയച്ചു. നെതർലാൻഡ്സും കാനഡയും ഈ സൈനികാഭ്യാസ ഭാഗമായി എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഓപ്പറേഷൻ ആർട്ടിക് എൻഡ്യൂറൻസ്, അതായത് ഡെൻമാർക്ക് ആരംഭിച്ച ഓപ്പറേഷൻ ആർട്ടിക് എൻഡ്യൂറൻസ് എന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ മുഴുവൻ സൈനിക വിന്യാസവും നടക്കുന്നത്. ആർട്ടിക് മേഖലയിലെ സമുദ്ര നിരീക്ഷണം വർദ്ധിപ്പിക്കുന്നതിനും സുരക്ഷാ ഭീഷണികളെ നേരിടാൻ സൈനിക ഘടനയെ സജ്ജമാക്കുകയും ചെയ്യുക എന്നതാണ് ഈ ദൗത്യത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. ഗ്രീൻലാൻഡിന്റെ ദുർബലമായ സുരക്ഷ റഷ്യയും ചൈനയും മുതലെടുക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടു. ഈ വ്യാജേന ഗ്രീൻലാൻഡിനെ US-മായി കൂട്ടിച്ചേർക്കുന്നതിനെ കുറിച്ച് അദ്ദേഹം സംസാരിച്ചു. എന്നിരുന്നാലും ഡെൻമാർക്ക് ഈ നിർദ്ദേശം വ്യക്തമായി നിരസിക്കുകയും നാറ്റോ സഖ്യങ്ങളിൽ നിന്ന് സഹായം തേടുകയും ചെയ്ത സാഹചര്യങ്ങളിലാണ് ഇപ്പോൾ ഗ്രീൻലാൻഡിലേക്ക് കൂടുതൽ സൈന്യം എത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും പ്രതിരോധ വിദഗ്ധർ ഈ സൈനിക നീക്കത്തെ 2 തരത്തിലാണ് നോക്കിക്കാണുന്നത്. യൂറോപ്യൻ രാജ്യങ്ങളും കാനഡയും ട്രംപിന് ഒരു സന്ദേശം അയക്കുന്നു. ഗ്രീൻലാൻഡിനെ സംരക്ഷിക്കാൻ മുഴുവൻ നാറ്റോവും സംഘടിതരാണെന്ന്. ട്രംപ് ഏറ്റെടുക്കാൻ ശ്രമിച്ചാൽ ഡെൻമാർക്കിൽ നിന്ന് മാത്രമല്ല അദ്ദേഹത്തിന്റെ പഴയ സഖ്യകക്ഷികളിൽ നിന്നും അദ്ദേഹത്തിന് എതിർപ്പ് നേരിടേണ്ടി വരും. മറുവശത്ത് ട്രംപ് റഷ്യയോ ചൈനയോ ഭയപ്പെടുന്നുവെങ്കിൽ പരിഹാരം ഗ്രീൻലാൻഡ് കൈവശപ്പെടുത്തലല്ല, മറിച്ച് നാറ്റോയിലൂടെ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കുകയാണെന്നും ഈ രാജ്യങ്ങൾ തെളിയിക്കുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.